Hi students, welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 2-3 ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലും infinite square well potential or particle in a box and finite potential well, finite potential well. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പൊട്ടൻഷ്യൽ ബാരിയറിനെ കുറിച്ചാണ്. ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ ബാരിയർ. This figure represents a potential barrier. നമ്മളിവിടെ x is equal to 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. ഇത് x is equal to L എന്ന് വിചാരിക്കാം. ഈ ബാരിയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് L ആണെന്ന് വിചാരിക്കാം. ഈ ബാരിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് U ആണ്. എന്ന് പറഞ്ഞാൽ സം പൊട്ടൻഷ്യൽ എനർജി, ഒരു പാർട്ടിക്കിൾ വരുന്നു, ആ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ U ആണ്. ഈ ബാരിയർ പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കുറവാണ് ഈ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് വിചാരിക്കാം. So it has to cross a barrier of height U and it has to reach in this third region. We can divide this region into 3 regions, 1, 2 and 3. So in region, in order to reach a particle from region 1 to 3, it has to overcome a region, a barrier with a height U and length L. അത്തരം സിറ്റുവേഷൻസ് ഫിസിക്സ് പ്രോബ്ലത്തിൽ എവിടെയാണ് വരിക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം പ്രോബ്ലംസ് പലപ്പോഴും ഉണ്ടാവും. അതായത് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി, വരുന്ന പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി ആ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവായിരിക്കുന്ന സിറ്റുവേഷൻസ് വരുന്ന ഇത് എസ്പെഷ്യലി അത് ക്വാണ്ടം മെക്കാനിക്കലി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ക്ലാസിക്കലി ഫോർബിഡൻ ആയിട്ടുള്ള റീജിയനാണ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണെങ്കിൽ ഒരിക്കലും അതിന് ക്ലാസിക്കലി അത് ഫോർബിഡൻ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആൽഫ ഡി കെ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസിൽ നിന്നുള്ള ആൽഫ ഡി കെ നമ്മൾ ലോവർ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആൽഫ അല്ലെങ്കിൽ ഒരു ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ എമിറ്റ് ആൽഫ റേഡിയേഷൻസ്. ഒരു ആൽഫ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ He2 ഹീലിയം ആറ്റമാണ്, ഹീലിയം അയണൈസ്ഡ് ഹീലിയം ആറ്റമാണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 1. സോ He2 ആണ് നമ്മളുടെ ഹീലിയം ആറ്റം എന്ന് പറയുന്നതാണ്. അതിൻ്റെ അയണൈസ്ഡ് ഫോമിലുള്ളതാണ് ആൽഫ റേസ് എന്ന് പറയുന്നത്. ഈ ആൽഫ റേസിൻ്റെ എനർജീസ് എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യുന്ന ആൽഫ റേസ്, ഇത്തരം റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആൽഫ റേസിൻ്റെ എനർജി എന്ന് പറയുന്നത് എ ഫ്യൂ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അറൗണ്ട് 3 to 4 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലൊരു ഫ്യൂ മില്യൺ ഇലക്ട്രോൺ വോൾട്ടുള്ള ആൽഫ റേഡിയേഷൻസ് ആണ് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ആൽഫ ഡി കെ എന്ന് പറയുന്നത്. ഗാമോ തിയറി ഓഫ് ആൽഫ ഡി കെ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഇത് പ്യുവർലി ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ഈ ഒരു ടണലിംഗ് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡെറിവേഷനാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്യൂ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടെങ്കിലും ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ പാർട്ടിക്കിളുകളെ ബൈൻഡ് ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് അറൗണ്ട് 25 milli electron volts. The energy of the alpha ray emitted will be always less than this 25 milli electron volt or this barrier potential. അപ്പോൾ ക്ലാസിക്കലി അത്തരത്തിലുള്ളൊരു എമിഷൻ പോസിബിൾ അല്ല. ഒരു ന്യൂക്ലിയസിൽ നിന്നും ന്യൂക്ലിയസിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എനർജിയേക്കാളും കുറവുള്ള ഒരു പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്ലാസിക്കലി ഫോർബിഡൻ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൽഫ റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആൽഫ റേഡിയേഷൻസ്
എനർജി എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെക്കാളും കുറവാണ്, ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എനർജിയെക്കാളും കുറവാണ്. എന്നിട്ട് പോലും അത് എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലി അത്തരം സിറ്റുവേഷൻസ് പോസിബിൾ ആണ്. ഈ അത്തരം സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ്. ഒരുപാട് ഫിസിക്സ് പ്രോബ്ലത്തിൽ ഒരുപാട് അത്തരം ടണലിംഗ് ഇഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു ഫിഗറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ വരുന്നു. ആ പാർട്ടിക്കിളിൻ്റെ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ E. E is the energy of the particle. Energy of the particle. And the barrier potential energy is U. Barrier potential is U, which is greater than the energy of the incident particle. ഒരു പാർട്ടിക്കിൾ ഈ റീജിയനിൽ വരുന്നു. ക്ലാസിക്കലി ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഈ പാർട്ടിക്കിൾ, ഈ എനർജിയുള്ള ഒരു പാർട്ടിക്കിൾ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവുള്ള ഒരു പാർട്ടിക്കിൾ വരികയാണെങ്കിൽ ഇറ്റ് വിൽ കം ടു ദിസ് റീജിയൻ ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്. സോ ഒരു ഇൻസിഡൻറ്റ് വേവും ഒരു റിഫ്ലക്റ്റഡ് വേവും അവിടെ പോസിബിൾ ആണ്. ഒരിക്കൽ പോലും റീജിയൻ 3 പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കലി 0 ആണ്. So there is no possibility for finding the particle in region 3 after penetrating through the region 2. Okay, region 2 കൂടെ പെനട്രേറ്റ് ചെയ്ത് region 3ലേക്ക് പാർട്ടിക്കിൾ എത്തിച്ചേരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കലി ഫോർബിഡൻ ആണ്. സോ പ്രോബബിലിറ്റി ഓർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് a particle in region 3 according to classical mechanics. So this classically forbidden ആണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ അവിടെ ഡ്യുവൽ നേച്ചർ ഓഫ് പാർട്ടിക്കിളും അത്തരത്തിലുള്ള എന്താ പറയുക ഡി ബ്രോഗ്ലി ഹൈപ്പോതെസിസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് the probability of finding the particle in region 3 is not 0, but it is a finite quantity. It is small, but it is not 0. Okay, അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. In region 3, according to classical mechanics, it is impossible to find a particle in region 3 because particle has to overcome a barrier with potential energy U greater than E, which is classically forbidden. So region 3 പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ കാണാൻ ക്ലാസിക്കലി പോസിബിൾ അല്ല. However, in quantum mechanics,
Particle has a non-zero probability. Particle has a non-zero probability not necessarily great. It is not a large quantity, not necessarily great, but not zero either. Of passing through the barrier, of passing through the barrier എന്ന് പറയുന്നത് region 2 ആണ്, and emerging on other side, This phenomena is called tunnel effect. Which can be explained only with the help of the dynamics of the quantum mechanics. Quantum mechanics ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഫിനോമിന ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ആൽഫ ഡി കെ എന്ന് പറയുന്നത്. അപ്പോൾ റീജിയൻ 3 പാർട്ടിക്കിൾ എത്തിച്ചേരുമെങ്കിൽ റീജിയൻ 2 എന്ന് പറയുന്ന ക്ലാസിക്കലി ഫോർബിഡൻ ആയിട്ടുള്ള റീജിയൻ ഓവർകം ചെയ്തിട്ടാണ് ഈ പാർട്ടിക്കിൾ അവിടെ എത്തുന്നത്. Classically it is forbidden, but quantum mechanically there will be a finite probability of penetrating the barrier with barrier height greater than the energy of the incident particle. Okay. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ഒരു പാർട്ടിക്കിൾ ഇവിടെ വന്ന് ഈ ബാരിയർ ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒരിക്കലും റീജിയൻ 3ലേക്ക് കടക്കില്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി ഒരു സെവറൽ ടൈംസ് നമ്മളത് ഒരു പാർട്ടിക്കിൾ ഈ റീജിയൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആൽഫ ഡിക്കയുടെ കേസിലൊക്കെ ഏകദേശം 10⁻38 ടൈംസ് ആൽഫ വന്ന് ഈ ബാരിയറിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, ആൽഫ പാർട്ടിക്കിൾ ബാരിയറിനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ബാരിയറിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് റീജിയൻ 2 ഓവർകം ചെയ്ത് റീജിയൻ 3ലേക്ക് എത്തിച്ചേരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ ദ പ്രോബബിലിറ്റി ഈസ് നോട്ട് സീറോ, ഇറ്റ് ഈസ് ബട്ട് നോട്ട് നെസസറിലി ഗ്രേറ്റ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ടണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി അതൊന്ന് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഒരു ആൽഫ പാർട്ടിക്കിള് ന്യൂക്ലിയർ ബാരിയർ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു particle might have to strike the wall 10⁻30 or more times before it emerges. Okay, അപ്പോൾ നമുക്ക് for an alpha particle to escape from the nuclear potential barrier, it has to strike the wall 10⁻38 times or more before emerging out, before it emerges. So this can be explained only with the help of quantum mechanics. Okay, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു ബാരിയർ കൺസിഡർ ചെയ്യുന്നു. You consider a potential barrier with height u
and width L from x is equal to 0 to x is equal to L. So the region 1 consider, this is region 2 and this is region 3. So here one incident particle vanu valume tattunnu ennu viyarikka. Part of the radiations will reflect back. Part of the region 1 namukku ee wave function psi 1 plus ennu nammalku represent cheyyam. ഇതിനെ psi 1 minus എന്ന് represent ചെയ്യാം. psi 1 plus എന്ന് പറയുന്നത് region 1 ലെ ഇൻസിഡന്റ് പാർട്ടിക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ വേവ് ഫംഗ്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. psi 1 minus എന്ന് പറയുന്നത് region 1 ലെ റിഫ്ലക്റ്റഡ് പാർട്ടിക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. psi 3 region 2 ലെ വേവ് ഫംഗ്ഷൻ psi 2 എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ region 3 ലെ എമർജ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ psi 3 plus എന്ന് റെപ്രസെന്റ് ചെയ്തു. ഒരു ഔട്ടർ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് റിഫ്ലക്റ്റഡ് വേവ് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഔട്ട് ഗോയിങ് വേവ് മാത്രം റീജിയൻ 3 കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ റീജിയൻ 1 ഒരു ഇൻസിഡൻറ്റ് വേവും ഒരു റിഫ്ലക്റ്റഡ് വേവും ഉണ്ടാവും. റീജിയൻ 3 ഒരു ഔട്ട് ഗോയിങ് വേവും ഉണ്ടാവും. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടത് ക്വാണ്ടം മെക്കാനിക്കലി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റീജിയൻ 1 ദ വേവ് ഫംഗ്ഷൻ ജനറലി റീജിയൻ 1 വേവ് ഫംഗ്ഷൻ ജനറലി ഞാൻ psi 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. റീജിയൻ 2 വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi 2 ആണ്. റീജിയൻ 3 വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi 3 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. റീജിയൻ 1 പാർട്ടിക്കിളിന്റെ ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി v1 പ്ലസ് എന്നിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ തിരിച്ചു വരുന്നത് v1 മൈനസും ഇവിടെ v3 പ്ലസ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. പാർട്ടിക്കിളുടെ വെലോസിറ്റിയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് ആവശ്യം വരും. അപ്പോൾ നമുക്ക് applying Schrodinger equation, Schrodinger steady state form equation in region 1. Here u is 0, potential energy is 0. So the wave function will be d square psi 1 divided by dx square plus 2m by h cross square into e minus 0 into psi 1 is equal to 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. കാരണം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ 2me ഡിവൈഡഡ് ബൈ h ക്രോസ് സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഇൻറ്റു psi 1 is equal to 0. This is equation number 1. Region 3 എങ്ങനെ വരും? റീജിയൻ 3 u is equal to 0 ആണ്. So again the Schrodinger equation will be d square psi 3 divided by dx square plus 2me divided by h cross square into psi 3 is equal to 0. Equation number 2. നമുക്കൊരു കാര്യം ചെയ്യാം. me divided by h cross square എന്ന് പറയുന്നതിന് നമുക്ക് k1 square എന്ന് കൊടുക്കാം. So root 2me divided by h cross എന്ന് പറയുന്നത് k1. So the equation can be rewritten as d square psi 1 divided by dx square plus k1 square psi 1 is equal to 0, which is equation number 1a. And in region 3, d square psi 3 divided by dx square plus k1 square psi 3 is equal to 0, equation number 2a. Clear? ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 1യുടെയും ഇക്വേഷൻ നമ്പർ 2ന്റെയും സൊല്യൂഷൻ എന്ത് വരും? സൊല്യൂഷൻ നമുക്കറിയാം, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ 1aയും 2aയും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. This is an ordinary differential equation. This is a linear ordinary homogeneous
ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സാധാരണ രണ്ട് റൂട്ടുകൾ കണ്ടുപിടിക്കും. എം സ്ക്വയർ പ്ലസ് കെ വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പോൾ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ വൺ സ്ക്വയർ എന്ന് വരും. സോ എം ഇസ് ഈക്വൽ ടു നിങ്ങൾ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ വൺ എന്ന് വരും. So the solution will be psi1 will be some constant a into e raised to I k1x plus ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇ റേസ് ടു എം എക്സ് ഫോമിലാണ് എഴുതുക. ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ആ എം ആണ് നമ്മൾ രണ്ട് റൂട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ആ എമ്മോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുന്നു. ബി ഇ റേസ് ടു മൈനസ് ഐ കെ വൺ എക്സ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. റീജിയൻ ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല, ഇക്വേഷൻ്റെ ഫോമിൽ വ്യത്യാസമൊന്നുമില്ല. അവിടെ റീജിയൻ 3-ലെ ഫോമിൽ വ്യത്യാസമൊന്നുമില്ല. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ വേറെ കോൺസ്റ്റൻറ്റുകൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. psi3 is equal to some constant f e raised to I k1x plus g e raised to minus I k1x. Equation number 4. These solutions are oscillatory functions. Oscillatory അല്ലേ, സിനൂസോയിഡൽ ഓസിലേഷൻസ് ആണ്. ഇ റേസ് ടു ഐ തീറ്റ ഫോമിലാണ്, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ള ജനറൽ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓസിലേറ്ററി ഫംഗ്ഷൻസ് ആണ്, ഓസിലേറ്ററി സിനൂസോയിഡൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റീജിയൻ 1-ൽ രണ്ട് വേവ് ഫംഗ്ഷൻ, രണ്ട് പാർട്ടുകൾ നിങ്ങൾക്ക് കാണാം. a e raised to I k1x b e raised to minus I k1x. This first term represents the incident particles. Second one is the reflected particles. Okay. അപ്പോൾ നമുക്ക് അതിനെ psi1 എന്ന് പറയുന്നത് psi1 പ്ലസ് പ്ലസ് psi1 മൈനസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. Where psi1 plus is a e raised to I k1x and psi1 minus is b e raised to minus I k1x. Clear? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസിഡന്റ് ബീമിന്റെ ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിനെ നമ്മൾ v1 പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ, ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഈസ് v1 പ്ലസ്. ദെൻ വാട്ട് അബൌട്ട് ദ ഫ്ലക്സ് ഓഫ് ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾസ്? ഫ്ലക്സ് ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഏരിയ, നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? probability density mod psi1 plus square into v1 plus എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫ്ലക്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഫ്ലക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി വരും. ഇക്വേഷൻ നമ്പർ 4a എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4a അല്ലെങ്കിൽ 3a എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഫ്ലക്സ് ഓഫ് ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഈസ് psi1 പ്ലസ് ഇൻറ്റു v1 പ്ലസ് എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. psi1 എന്ന് പറയുന്നത് psi1 പ്ലസ് പ്ലസ് psi1 മൈനസ് എന്നുള്ള രൂപത്തിൽ. പക്ഷേ റീജിയൻ 3-ൽ നോക്കുമ്പോൾ ഒരു ഔട്ട് ഗോയിങ് വേവ് മാത്രമേ ഉള്ളൂ. ഔട്ടർ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് ഔട്ടർ ബൗണ്ടറി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്തുകൊണ്ട് തന്നെ റിഫ്ലക്റ്റഡ് വേവിനെ കുറിച്ച് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ വി ക്യാൻ നെഗ്ലക്ട് ദ സെക്കൻഡ് ടേം ആസ് 0, അല്ലെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ദിസ് ടേം. This term represents the outgoing wave from region 3, and we can neglect this term. So we can simply write it as psi3 is equal to psi3 plus is equal to f e raised to I k1x. Equation number 5.
sorry, equation number 6. Clear? So what is the flux of the transmitted wave? This is the transmitted wave. So flux of transmitted wave is equal to the probability density psi 3 plus modulus psi 3 plus square into region 3 group velocity particle V3 plus. ഇതാണ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇൻസിഡന്റ് വേവ് എത്ര വരുന്നു അതിൽ എത്ര ട്രാൻസ്മിറ്റഡ് വേവ് ആയിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ പാർട്ടിക്കിൾ ഫ്രം റീജിയൻ 1 to region 3 is equal to modulus psi 3 plus 1 whole square into V3 plus divided by modulus psi 1 plus whole square into V1 plus. That means transmitted flux divided by incident flux. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഇതാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 8 എന്നും കൊടുക്കാം. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 8 ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി നമുക്ക് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു modulus psi 3 plus whole square into V3 plus divided by modulus psi 1 plus whole square into V1 plus. Equation number 8. Okay, clear? അപ്പോൾ ഇവിടെ നമുക്ക് അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? modulus psi 3 plus എന്ന് പറയുന്നത് psi 3 plus എന്താ psi 3 plus എന്ന് പറയുന്നത് f e raised to I k1 x ആണ്. അപ്പോൾ psi 3 plus സ്റ്റാർ എന്ത് വരും? f star e raised to minus I k1x. Similarly, psi 1 plus എന്ന് പറയുന്നത് a e raised to I k1x ആണ്. അപ്പോൾ psi 1 plus star എന്ന് പറയുന്നത് a star e raised to minus I k1x. Okay, so therefore transmission probability T will be equal to f star V3 plus divided by a star V1 plus. This is the expression for transmission probability, which is equation number 9. അപ്പോൾ നമുക്ക് ഇവിടെ എയും ബിയും കണ്ടുപിടിക്കുക, എയും എഫും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഫ് ബൈ എ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. V3 പ്ലസും V1 പ്ലസും നമ്മൾ നോർമലി V3 പ്ലസും ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെയും ഔട്ട് ഗോയിങ് പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി സെയിം ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി വളരെ ലളിതമായിട്ട് എഫ് സ്റ്റാർ ഡിവൈഡഡ് ബൈ എ സ്റ്റാർ നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ എയും എഫും നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് ചോദിച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. Classically, this quantity is 0. Classically, the transmission probability T is equal to 0. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ അനാലിസിസ് ആണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ലെക്ചറിൽ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്യൂട്ടബിൾ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.